ഹായ് സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് യോഗയിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഡയബറ്റീസ് വരാനുള്ള കാരണങ്ങൾ, അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നൊന്ന് നമുക്ക് വിലയിരുത്താം. ഒരു വ്യക്തി ഡയബറ്റീസിന് അടിമയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിയുടെ ബ്ലഡില് ഗ്ലൂക്കോസ് ലെവൽ കൂടി വരുന്നു എന്നുള്ളതാണ്. അത് കൂടുവാനുള്ള കാരണം എന്തായിരിക്കാം? ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് ഐറ്റംസ് എല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുകയും ബ്ലഡിൽ നിന്നും നമുക്ക് മറ്റു കോശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ഈ ഗ്ലൂക്കോസിനെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ആണ് ഇൻസുലിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിച്ച് കൊണ്ടുപോകേണ്ടത്. എന്നാൽ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ശരിയല്ലാതെ വരുമ്പോൾ, ഇൻസുലിൻ ശരിയായി കിട്ടാതെ വരുമ്പോൾ ഈ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഷുഗർ കൂടുതൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. നമുക്കറിയാം, അങ്ങനെയുള്ളവർക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഡയബറ്റീസ്? ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു. അതിന് കാരണം പാൻക്രിയാസ് ഗ്രന്ഥി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതിന്റെ തകരാറ് കൊണ്ട്, അല്ലെങ്കിൽ ഇംബാലൻസ് ആയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അത് പുറപ്പെടുവിക്കേണ്ട ഇൻസുലിൻ ശരിയായി ബോഡിക്ക് കിട്ടുന്നില്ല. ഇൻസുലിൻ ശരിയായി കിട്ടാതെ വരുമ്പോൾ ബ്ലഡിൽ നിന്നും ഗ്ലൂക്കോസ് മറ്റു കോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇംബാലൻസിങ് സംഭവിക്കുന്നു. അങ്ങനെയുള്ള ആ ബ്ലഡിന്റെ റിസൾട്ട് വരുമ്പോൾ ആ വ്യക്തി ഡയബറ്റീസിന് അടിമയായി തീരുകയാണ്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഡയബറ്റീസ് വരുവാനുള്ള കാരണങ്ങൾ? പല കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. നമുക്കറിയാം, ഒത്തിരിയേറെ പേര് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സമയം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നുള്ള വർക്കുകളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒത്തിരിയേറെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ലേറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിനചര്യകളിൽ വരുന്ന മാറ്റങ്ങൾ, ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ദോഷങ്ങൾ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നു. ഒരുപാട് ലേറ്റായിട്ട് കിടന്നുറങ്ങുമ്പോഴും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ബോഡിയിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റ്സ് ആണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിന്റെ രീതികളെല്ലാം മാറി പഴയ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയല്ല ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായം വന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം ഒരു കാരണം നമ്മുടെ ഈ ഡയബറ്റീസിന് കാരണമായി തീരുകയാണ്. മറ്റൊന്ന് സ്ട്രെസ്സും ടെൻഷനും ഒക്കെയാണ്. ഓരോ വ്യക്തിയിലും, ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ പലതരത്തിലുള്ള കാരണങ്ങളാലും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതും അവരുടെ ശരീരത്തിൽ ഡയബറ്റീസ് വരാൻ കാരണമായി തീരുന്നു. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഫുഡ് ഹാബിറ്റ്സിന്റെ പ്രത്യേകതകൾ, അതുപോലെ സ്ട്രെസ്, ടെൻഷൻ, ഇതെല്ലാം ഒരു പരിധി വരെ ഡയബറ്റീസിന് കാരണം. ചിലരെ സംബന്ധിച്ച് ഹെറിഡിറ്ററി ആയിട്ടും ഡയബറ്റീസ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഡയബറ്റീസ് വന്നുകൂടുന്നുണ്ടെങ്കിലും ഇതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ യോഗയിലൂടെ സാധിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിയായ ഭക്ഷണ രീതി ഫോളോ ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ സമയത്ത് കഴിക്കുക, ഫുഡ് കഴിക്കുന്ന ക്വാളിറ്റി, കാർബോഹൈഡ്രേറ്റ് സൈസ് കുറയ്ക്കുക, മറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂട്ടുക, സാലഡ് ഐറ്റംസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ ഭക്ഷണം സമയത്ത് കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ എക്സർസൈസിന്റെ കുറവ് വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഡയബറ്റീസിന്. ഇന്ന് പലർക്കും ചോദിച്ചു കഴിയുമ്പോൾ എക്സർസൈസ് ഒന്നും ചെയ്യാൻ സമയമില്ല, ഫുൾ ടൈം തിരക്കാണ്. ശരിയാണ്, ഒരു പരിധി വരെ അത് തിരക്കാണ്. എല്ലാവരും തിരക്കാണ്, കുട്ടികൾ മുതൽ വലിയവർ വരെ. ഇപ്പോഴാണെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ പോലും എല്ലാവരും തിരക്ക് പിടിച്ച ജോലിയിലാണ്. അപ്പോൾ അവർക്കും സമയമില്ല എന്നാ പറയുന്നത്. പക്ഷേ
If there is a will, there is a way. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ സമയം കണ്ടെത്തും. ഈ കുത്തിയിരുന്നുള്ള ഈ ജോലികൾ, ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള ജോലികൾ, ലേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന രീതികൾ, ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്ന ഉറക്കങ്ങൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനാൽ ഇതെല്ലാം കുറയ്ക്കുന്നതിന് നമ്മൾ തീർച്ചയായും ഏതെങ്കിലും എക്സർസൈസുകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. യോഗയിലൂടെ പലതരത്തിലുള്ള ആസനങ്ങൾ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രാണായാമങ്ങൾ വളരെയേറെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൂര്യ നമസ്കാരം, ദിവസവും മുടങ്ങാതെ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ റിലാക്സേഷൻ ടെക്നിക്കുകൾ, നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഫ്രീ ആവാനായിട്ട് റിലാക്സേഷൻ ടെക്നിക്കുകളും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസനങ്ങൾ എന്ന് പറയുമ്പോൾ നിന്നും ഇരുന്നും കിടന്നുമുള്ള ആസനങ്ങളെല്ലാം അതിൽ പെടുന്നുണ്ട്. എങ്കിലും ഏറ്റവും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടത്തക്ക രീതിയിൽ ഏതൊക്കെ യോഗ ആസനങ്ങളിൽ കൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. നമ്മൾ ഇരുന്നു കൊണ്ട് ഒരു പ്രാണായാമമാണ് ചെയ്യുന്നത്, കപാലഭാതി ക്രിയ. ഇതിന് ക്രിയ എന്നും പറയും, പ്രാണായാമം എന്നും പറയും. നമുക്കറിയാം, പ്രാണായാമം എന്ന് പറയുമ്പോൾ പ്രാണനെ നിയന്ത്രിച്ച് ചെയ്യുന്ന ചില മെത്തേഡുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കപാലഭാതി ക്രിയ. ഏതെങ്കിലും സിറ്റിംഗ് പോസ്റ്റിൽ ഇരിക്കുക, കൈകൾ രണ്ടും കാൽമുട്ടിൽ വെക്കുക, ബോഡി നിവർന്നിരിക്കുക, തലയും കഴുത്തും നട്ടെല്ലും എല്ലാം നേരെയായിരിക്കട്ടെ. നോർമൽ ഇൻഹെയിൽ ആൻഡ് ഫോഴ്സ്ലി എക്സെയിൽ. ഫോഴ്സ്ലി എക്സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡമൻ നന്നായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യും. അബ്ഡമൻ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ട്. ഓക്കെ, നോർമൽ ഇൻഹെയിൽ, ഫോഴ്സ്ലി എക്സെയിൽ. എക്സെയിൽ ചെയ്യുമ്പോൾ അബ്ഡമൻ ഉള്ളിലോട്ട് നന്നായിട്ട് എക്കി കൊടുക്കുക. തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എക്കി കൊടുക്കുക. അപ്പോൾ അബ്ഡമന് നല്ലൊരു വൈബ്രേഷൻ കിട്ടുന്നു, നല്ലൊരു മസാജിങ് ലഭിക്കുന്നു, നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കുന്നു, പാൻക്രിയാസ് ഗ്രന്ഥി ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് ഒരു 10 പ്രാവശ്യം നോർമൽ സാധാരണ രീതിയിൽ ചെയ്യുക. അതിനുശേഷം 1-2 നോർമൽ ബ്രീത്തിങ് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം അല്പം കൂടി സ്പീഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് സ്പീഡിൽ ചെയ്യുന്നത് നോക്കാം. നേരെ ഇരിക്കുന്നു. സ്റ്റാർട്ട്. ഓക്കെ, അങ്ങനെ സ്പീഡിൽ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മളൊരു 10 നമ്പറിൽ തുടങ്ങുക. എണ്ണം കൂട്ടി 25, 50, 75, 100 വരെയൊക്കെ നമുക്ക് ആക്കാവുന്നതാണ്. ഒരു 3-4 പ്രാവശ്യം റിലാക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഗ്യാപ്പിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വളരെയേറെ റിസൾട്ടുകൾ നമ്മുടെ ബോഡിക്ക് ലഭിക്കുന്നതാണ്. അബ്ഡമന് നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്നു, പാൻക്രിയാസ് ഗ്രന്ഥി ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്ന, നമ്മുടെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ആസനങ്ങളും പ്രാണായാമവും ഒക്കെയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് പർവ്വതാസനം ട്വിസ്റ്റ്. പർവ്വതാസനം ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈകൾ രണ്ടും നേരെ മുകളിലോട്ട് പോകുന്നു. മാക്സിമം ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞു. എക്സെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ റൈറ്റിലോട്ട് ഒന്ന് ടേൺ ചെയ്യുക. മാക്സിമം സാധിക്കുന്ന പോലെ റൈറ്റിലോട്ട് ടേൺ ചെയ്യുക. വീണ്ടും ഇൻഹെയിൽ ചെയ്ത് നേരെ വരിക, സ്ട്രെച്ച് ചെയ്യുക മുകളിലോട്ട്. എക്സെയിൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുക. വീണ്ടും ഇൻഹെയിൽ ചെയ്ത് നേരെ വരിക, എക്സെയിൽ ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് പോവുക. ഇൻഹെയിൽ ചെയ്ത് നേരെ വരിക, എക്സെയിൽ ചെയ്തുകൊണ്ട് ഫോർവേഡ് ബെൻഡിങ്. ഓക്കെ, ഇത് പർവ്വതാസനം എന്ന് പറയും. പർവ്വതാസനം നേരെ മുകളിലോട്ട് പോയിട്ട് 2 സൈഡിലോട്ടും അതുപോലെ തന്നെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒത്തിരിയേറെ റിസൾട്ടുകൾ നമ്മുടെ അബ്ഡോമിന് ലഭിക്കുന്നുണ്ട്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും മസാജിങ്ങും ഒക്കെ ലഭിക്കും. ഇതും നമുക്ക് ചെയ്യുന്നത് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കിടന്നുകൊണ്ടുള്ള 1-2 യോഗ ആസനങ്ങൾ ചെയ്യാം.
കിടന്നുകൊണ്ട് കാലുകൾ രണ്ടും നമുക്ക് മുകളിലോട്ട് സാധിക്കുന്ന പോലെ ഉയർത്താം. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കാലുകൾ രണ്ടും സാധിക്കുന്ന പോലെ ഉയർത്തുക. എക്സൈൽ ചെയ്തുകൊണ്ട് താഴോട്ട് കൊണ്ടുവരിക. സ്റ്റാർട്ട്. കൈകൾ വേണമെങ്കിൽ നമുക്ക് നടുവിൽ സപ്പോർട്ട് കൊടുക്കാം, കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സൈക്ലിംഗ് ചെയ്യാം. നോർമൽ ബ്രീത്തിങ്ങിൽ സൈക്കിൾ ചവിട്ടുന്ന പോലെ ഓരോരുത്തർക്ക് സാധിക്കുന്ന പോലെ സൈക്ലിംഗ് ചെയ്യാം. കൈകൾ ഇതുപോലെ വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം. സ്റ്റാർട്ട്. ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യുക. സൈക്ലിംഗ് ചെയ്യുമ്പോൾ അബ്ഡോമന് നല്ലൊരു സ്ട്രെച്ചിങ് ലഭിക്കുന്നു. നമുക്ക് സാധിക്കുന്ന പോലെ. റിവേഴ്സ്. ഓരോ ആസനങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും റിലാക്സ് ചെയ്യുക. അതിനുശേഷം പവനമുക്താസനം ചെയ്യാം. പവനമുക്താസനം. ശ്വാസം എടുത്ത് കാല് പുറത്ത് പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിയും കാലും ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ഭുജംഗാസനം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കാലുകൾ ചേർത്ത് വെക്കുക. കൈകൾ ഷോൾഡർ ലെവലിൽ വെക്കുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് മുകളിലോട്ട് സാധിക്കുന്ന രീതിയിൽ ഉയരുക. എക്സൈൽ ചെയ്തുകൊണ്ട് താഴേക്ക്. ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യാം. അടുത്തത് ശലഭാസനം. ഓരോ കാലും മാറി മാറി വരും. ശ്വാസം എടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ട് കാല് കാണിക്കുക. അതിനുശേഷം നമ്മൾ ശവാസനം ചെയ്യുക. റിലാക്സേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ശവാസനത്തെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്ക് അല്പസമയം ശവാസനം ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അതിനുശേഷം നിന്നുകൊണ്ടുള്ള 1-2 യോഗാസനങ്ങളും കൂടി നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കാണിക്കും.
ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് ഏതൊക്കെ യോഗാസനങ്ങളാണ് പ്രധാനമായും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ചെയ്യുന്നത് പാദഹസ്താസനമാണ്. നമ്മൾ നേരെ നിൽക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈയും തലയും മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക നന്നായിട്ട്. എക്സഹെയിൽ ചെയ്തുകൊണ്ട് കാൽമുട്ട് വളയ്ക്കാതെ കൈകൾ കാലിൽ തൊടുവാനായിട്ട് ശ്രമിക്കുക. ഇതാണ് പാദഹസ്താസനം. നമുക്ക് ശ്രമിക്കാം. ഇൻഹെയിൽ, എക്സഹെയിൽ. കണ്ടിന്യൂ ചെയ്യാം. എക്സസൈസ് ചെയ്ത് താഴോട്ട്. ഇൻഹേൽ, എക്സഹേൽ. അതിനുശേഷം നമുക്ക് ഉത്കടാസനം ചെയ്യാം. കാലുകൾ നേരെ നിൽക്കുന്നു. ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലോട്ട് ഉയർത്തുന്നു. കാലിൻ്റെ ഉപ്പൂറ്റിയും കൂടെ ഉയർത്തുകയാണ്. കാലിൻ്റെ ഉപ്പൂറ്റിയും കൂടെ നമ്മൾ ഉയർത്തും. ഇൻഹേൽ. എക്സഹേൽ ചെയ്തുകൊണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി ഉയർത്തിക്കൊണ്ട് തന്നെ ചെയറിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കുക. ഇൻഹേൽ, കണ്ടിന്യൂ ചെയ്യും. 5 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഡീപ് ബ്രീത്തിങ് എടുക്കുമ്പോഴും നമ്മുടെ അബ്ഡോമിന് ഒരു മൂവ്മെന്റ് കൊടുക്കണം. എക്സ്പാൻഡ് ചെയ്യും, കോൺട്രാക്ട് ചെയ്യണം. അടുത്തത് ഓപ്പോസിറ്റ് ട്രയാങ്കിൾ, വിപരീത ത്രികോണാസനം. കാലുകൾ മാക്സിമം അകത്തി വയ്ക്കുന്നു, കൈകൾ വിരിച്ചു വയ്ക്കുക, ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. എക്സഹേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഗിൽ തൊടും. മുകളിലോട്ട് നമ്മൾ വീണ്ടും നേരെ വന്ന് ഇൻഹേൽ ചെയ്യുക. ഡീപ്പ് ഇൻഹലേഷൻ. എക്സഹേൽ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഹാൻഡ് ആൻഡ് ലെഗ് മുകളിലോട്ട് നോക്കും. ഇൻഹലേഷൻ, എക്സലേഷൻ. ഇൻഹേൽ, എക്സ്. ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ചില യോഗാസനങ്ങളിൽ കൂടെ, പ്രാണായാമങ്ങളിൽ കൂടെ, റിലാക്സേഷനുകളിൽ കൂടെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ഓഫ് എ മാൻ എന്ന് പറയുന്നത് എയർ, വാട്ടർ ആൻഡ് ഫുഡാണ്. എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ശുദ്ധവായു ശ്വസിക്കുക, കൂടുതൽ പ്രാണവായു ശ്വസിക്കുക. ഓരോ പ്രാണായാമങ്ങൾ ചെയ്യുമ്പോഴും ഓരോ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോഴും നല്ല ശുദ്ധവായു നാം അകത്തേക്ക് ഓക്സിജനെ കൂടുതൽ പ്രവേശിപ്പിക്കുകയാണ്. വാട്ടർ, വെള്ളം, വളരെ നല്ല വെള്ളം നമ്മൾ നന്നായിട്ട് ദിവസവും കുടിക്കുക. നമുക്ക് വെള്ളം നമ്മൾ കൂടുതൽ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തെ പ്യൂരിഫൈ ചെയ്യുവാനായിട്ട് അത് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫുഡ്, കഴിക്കുന്ന ഫുഡ് എന്താണ്, അത് മരുന്ന് പോലെ നമ്മൾ കഴിക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി, ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാതെ ആവശ്യത്തിന് മാത്രം നമ്മുടെ വിശപ്പ് മാറുവാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ നിലനിർത്തുവാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കാതെ ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുക എന്നുള്ളതായിരിക്കണം. ഇപ്പോൾ പരിസ്ഥ പറഞ്ഞിട്ടുള്ള പോലെ ഫുഡാണ് ഏറ്റവും വലിയ മെഡിസിൻ. നാം എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ. അതുപോലെ തന്നെ സൂര്യപ്രകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് അന്തരീക്ഷത്തിൽ കിട്ടുന്നതാണ് സൺലൈറ്റ്. അതിരാവിലെയുള്ളതും പ്രത്യേകിച്ച് വൈകിട്ടുമുള്ളതുമായ ആ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മെഡിസിൻ. പക്ഷേ ആരും തന്നെ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കാറില്ല. അതിരാവിലെ എന്നൊക്കെ പറയുമ്പോൾ രാവിലെ ഒരു 8 മണി 9 മണി വരെയൊക്കെയുള്ള വെയിലുകൾ നമുക്ക് നല്ലതാണ്, വളരെ നല്ലതാണ്. പലതരത്തിലുള്ള അസുഖങ്ങൾ മാറുവാനും നല്ലൊരു എനർജി ലഭിക്കുവാനും നല്ലൊരു റെസിസ്റ്റൻസ് പവർ ലഭിക്കുവാനും വളരെ നല്ലതാണ്. പക്ഷേ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് അതൊന്നും ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന സൂര്യപ്രകാശം, ഇതെല്ലാം കൂടെ നമുക്ക് ലഭിച്ചാൽ നല്ലൊരു രീതിയിൽ പോസിറ്റീവ് എനർജിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരെ വിഷമിക്കേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്.
നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇതെല്ലാം. ഈ നമ്മുടെ ആർക്കൊക്കെയാണോ ഡയബറ്റീസ് ഉള്ളത്, ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുതലുള്ളത്, വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചില ഫുഡിൻ്റെ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ചില യോഗാസനങ്ങൾ, ചില പ്രാണായാമങ്ങളൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് കൺട്രോളിൽ വരുത്തുവാനായിട്ട് സാധിക്കും. ഒരു ദിവസമോ 2 ദിവസമോ ചെയ്ത് നിർത്താതെ സിസ്റ്റമാറ്റിക്കായി കണ്ടിന്യൂസ് ആയിട്ട് ടൈം ടേബിൾ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതുകൂടാതെ സൂര്യ നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ മറ്റൊരു വീഡിയോ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ വിഷമിക്കേണ്ട, നമുക്ക് യോഗയിലൂടെ ഇതിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.